ഇങ്ങനത്തെ ഒരു മെഷീൻ വെച്ചിട്ട് ഇത്രയും തിക്നെസ്സുള്ള നമ്മളെ സ്റ്റോണ് കട്ട് ചെയ്യണത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കല്ല് ആക്ച്വലി വരുമ്പോൾ 90 ഡിഗ്രി കട്ടിങ്ങിലായിരിക്കില്ല കല്ലുകൾ വരിക. അപ്പോൾ ഈ കല്ല് നമ്മളെ ഹൈഡ്രോളിക് മെഷീനിൽ വെച്ച് സെറ്റ് ചെയ്ത് കട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് 10 mm ഗ്യാപ്പിൽ ടൈല് വിരിക്കുന്ന പോലെ നമുക്ക് നമ്മളെ സ്റ്റോണും ഇത്രയും തിക്നെസ്സും ഹാർഡ്നെസ്സുള്ള ഇത്രയും വെയിറ്റുള്ള സ്റ്റോൺ നമുക്ക് ഈസി ആയിട്ട് ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ എടുക്കേണ്ട പണികളുണ്ട്. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ കാണിച്ചു തരുന്നത്. പിന്നെ നമ്മളിപ്പോൾ കല്ല് നോർമലി നമുക്ക് വരുമ്പോൾ ഹാഫ് കട്ടിങ് നമുക്ക് നോർമലി വരുമ്പോൾ ഇപ്പോൾ ഹാഫ് കട്ടാണെങ്കിലും ബോക്സ് കട്ടാണെങ്കിലും 90 ഡിഗ്രി ആംഗിളിൽ ഒരിക്കലും കല്ല് വരില്ല. ഇപ്പോൾ ആ കല്ല് നമ്മൾ മൈന്യൂട്ടായിട്ടുള്ള ഡിഫക്റ്റ് ഉണ്ടാവും. ആ കല്ല് നമ്മൾ തന്നെ പെർഫെക്റ്റ് ആക്കിയിട്ട് ഇതേപോലെ ട്രോളി മെഷീനിലിട്ട് സെറ്റ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് അതിൻ്റെ 90 ഡിഗ്രി എക്സാക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ വന്നിട്ടുള്ള കല്ലുകളെ എഡ്ജ് നമ്മൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇത് ചിപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള എഡ്ജസ് ആയിരിക്കും. ഇത് നമ്മൾ ഒരിക്കലും നമുക്ക് ഒരേ ലൈനിൽ ഈ പെർഫെക്റ്റായിട്ട് നമുക്ക് 10 mm അല്ലെങ്കിൽ 20 mm ഗ്യാപ്പിൽ നമുക്ക് വിരിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിനാണ് നമ്മളിങ്ങനെ ഈ ട്രോളി സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ മട്ടം കട്ട് ചെയ്തിട്ട് നമ്മൾ 90 ഡിഗ്രി ആക്കി വിരിക്കുന്നത്. നമ്മൾ കുറച്ച് നേരത്തെ കട്ട് ചെയ്ത് കണ്ടിട്ടുള്ള സ്റ്റോണ് ഒരു 5-6 വർഷം മുന്നേ ചെയ്തിട്ടുള്ളൊരു സൈറ്റിലാണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് റെഡ് മൾട്ടി ഫ്ലെയിംഡ് സ്റ്റോണാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ സ്റ്റോൺ നമ്മൾ ലേ ചെയ്തിട്ടുള്ളത് വളരെ 10 mm ഗ്യാപ്പിൽ നമ്മൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ലൈനൊന്നും തെറ്റാതെ ഇതേപോലെ ആർക്കിടെക്ചറൽ ലേയിങ് പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത്. കല്ല് കംപ്ലീറ്റ്ലി 90 ഡിഗ്രി കട്ട് ചെയ്തിട്ട് ലേ ചെയ്തിട്ടുള്ള ഒരു പാറ്റേണാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്.